ഹലോ ഗൈസ്, അപ്പോൾ മെയിൻ്റനൻസ് കഴിഞ്ഞ് ഗെയിം ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ചാൻസ് ഡീലൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ പുതിയ എമാലിൻ്റെ ഒക്കെ ഉള്ള പാക്കിൻ്റെ. നമുക്ക് ആദ്യം പെനാൽറ്റി അടിച്ചിട്ട് തുടങ്ങാം. പെനാൽറ്റി നമുക്ക് ലെഫ്റ്റിലേക്ക് അടിക്കാം. ഓക്കെ, ഗോളായിട്ടുണ്ട്. നമുക്കിനി ഇന്നത്തെ കാര്യങ്ങളെല്ലാം നോക്കാം, എന്തൊക്കെ വന്നിട്ടുണ്ട്, എന്തൊക്കെ ആയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മുടെ നൊസ്റ്റാൾജിയ ക്യാമ്പയിനിൽ പുതിയ 2 പ്ലേയേഴ്സും കൂടി ആഡ് ആയിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ റോബർട്ടോ കാർലോസും റൗളും ആയിരുന്നു. അത് ഞാൻ ഒരു വീഡിയോ ഇടാം അതിനെക്കുറിച്ച്. അപ്പോൾ നമുക്ക് നമ്മുടെ പാക്സും കാര്യങ്ങളും നോക്കാം. ഇതിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു എമാല്, മർമുഷ്, പിന്നെ ഗോയ്ക്രസ്, ഒരു 3 പേരുള്ളൊരു പാക്കാണ് വന്നിരിക്കുന്നത്. എമാല് പ്രൊഫളിക് വിങ്ങറാണ്. അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സൊക്കെ ഉണ്ട്. അൺവേവറിങ് കാർഡാണ്. ആൾക്കാരിൽ നിന്നുള്ള ബൂസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം എല്ലാ സ്കിൽസും ഉണ്ട്. പിന്നെ അടുത്ത പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവനാണ്, ഗോയ്ക്രസ്. അവൻ ആ ലീഗിൽ, പോർച്ചുഗീസ് ലീഗിൽ ടോപ്പ് സ്കോറൊക്കെ ആയിരുന്നല്ലോ. ഒരു ഗോൾ പോച്ചർ കാർഡാണ്, ഷൂട്ടിങ്ങാണ് ഇത് നമ്മുടെ ബൂസ്റ്റർ. അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സാണ്, നല്ല കാർഡായിരിക്കും. പിന്നെ മർമുഷിൻ്റെ ഒരു പ്ലേ മേക്കർ കാർഡാണ് കേട്ടോ, ലെഫ്റ്റ് വിങ് കാർഡാണ്, എൽ എം എഫ് കാർഡാണ്. ഓഫ് ദി ബോളാണ് നമ്മുടെ ഇത് കൊടുത്തിരിക്കുന്നത്, ബൂസ്റ്റർ. അപ്പം ഇനി നമുക്ക് അടുത്ത് നോക്കാമെന്ന് പറഞ്ഞാൽ പ്ലെയർ ഓഫ് ദി വീക്കാണ്. അതിൽ വിനീഷ്യസ് ഗോൾ പോച്ചർ കാർഡാണ് വന്നിരിക്കുന്നത്. ഒരു 97 റേറ്റഡാണ്. ഒരു 102 ഉണ്ടാവും എല്ലാം കഴിഞ്ഞിട്ട്. വിനീഷ്യസിൻ്റെ ഇതിപ്പോൾ ഒരു 3ാമത്തെ 4ാമത്തെ കാർഡാന്ന് തോന്നുന്നു, CF ആയിട്ടുള്ള. അത്യാവശ്യം നല്ല കാർഡാണ്. പിന്നെ ഉള്ളതാണ് ജാവനേഴ്സ്, നമ്മുടെ മിയാമിയുടെ കൂടെ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ സവീനിയോ ഒക്കെ നൈസ് കാർഡായിരിക്കും. പിന്നെ റീസ് ജെയിംസിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. അത് നമുക്ക് LMF കളിപ്പിക്കാം. അതൊക്കെ ബൂസ്റ്റർ കാർഡാണ് കേട്ടോ. വിനീഷ്യസ് ബൂസ്റ്ററല്ല. പിന്നെ നമ്മുടെ തിയാഗോ സിൽവ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡിമരിയ വന്നിട്ടുണ്ട്. ഡിമരിയൻ്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. പിന്നെ സുവാരസിൻ്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാർഡാണ്. പക്ഷേ സുവാരസൊന്നും അത്ര സെറ്റാവുമെന്ന് തോന്നുന്നില്ല നമ്മുടെ ഇപ്പോഴത്തെ ഗെയിം പ്ലേ അനുസരിച്ചിട്ട്. പിന്നെ നമുക്ക് ഇനി അടുത്ത് നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതാണ് നമ്മുടെ 30th ആനിവേഴ്സറിയുടെ ഇത് നമുക്കിപ്പോൾ ഓപ്പൺ ആയിട്ടില്ല. പിന്നെ വേറെ പാക്കുകളും കാര്യങ്ങളൊന്നും ഇന്ന് ആഡ് ആയിട്ടില്ല. അടുത്ത ആഴ്ചയാണ് നോമിനേറ്റിംഗ് കോൺട്രാക്റ്റൊക്കെ എക്സ്പയർ ആവുന്നത്. അപ്പോൾ അടുത്ത ആഴ്ചയായിരിക്കും കുറച്ചുകൂടി നല്ലൊരു അപ്ഡേറ്റ് വരുന്നുണ്ടാവുക. ഈ ആഴ്ച പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ഒബ്ജക്റ്റീവ്സൊക്കെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. പുതിയ ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ എല്ലാം ലോക്കായി കിടന്ന എല്ലാ സാധനവും അൺലോക്കായിട്ടുണ്ട് ഇപ്രാവശ്യം. ഈ വീക്കിലെല്ലാം അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കളിച്ച് തീർക്കുക, സെറ്റായിരിക്കും. എന്നാലാണ് നമുക്ക് ആ ഫ്രീ ട്രൈസും കാര്യങ്ങളെല്ലാം കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ 30th നമ്മുടെ നൊസ്റ്റാൾജിയ ക്യാമ്പയിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ 50 കോയിൻസിൻ്റെ ഒരു ഇവൻറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ആയിട്ടുള്ളതിൽ നമ്മുടെ ഫ്രീ ട്രൈ കിട്ടുന്ന പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ ആ ഒരു ഇത് വന്നിട്ടുണ്ട്. അതിലെല്ലാം കളിച്ചെടുക്കുക. വേറെ ഒന്നും ഈ വീക്കിൽ വന്നിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ചാനൽ സബ് അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യുക.